ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ DB MD ആൻഡ് CEO ഷെയർവെൽ സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ്. ഒപ്പം സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു വോളട്ടൈൽ ഓപ്പണിംഗ് ആണ്. നമ്മളെ സംബന്ധിച്ച് ഇന്ന് അതുപോലെ തന്നെ തിങ്കളാഴ്ച, ചൊവ്വാഴ്ച, ബുധനാഴ്ചയൊക്കെ വലിയ വോളാറ്റിലിറ്റി കാണാവുന്ന ദിവസങ്ങളാണ്. നമ്മുടെ പാർലമെൻറ്റ് ഇലക്ഷൻ റിസൾട്ടിൻ്റെ എക്സിറ്റ് പോൾ നാളെ വരികയാണ്. അതുപോലെ തന്നെ 4-ാം തീയതി അതിൻ്റെ റിസൾട്ടും വരികയാണ്. തീർച്ചയായിട്ടും വലിയ വോളാറ്റിലിറ്റിയാണ് നമ്മൾ മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഗ്ലോബൽ സെൻറ്റിമെൻറ്റിന് ഇന്ന് വലിയ പ്രസക്തിയൊന്നുമില്ല. എന്നിരുന്നാലും നമ്മൾ ഏഷ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ മെജോറിറ്റി മാർക്കറ്റുകൾ ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അമേരിക്കയിൽ ഇന്നലെ വീക്ക് ക്ലോസിംഗ് ആയിരുന്നു. ഒപ്പം അമേരിക്കയിൽ Q1 GDP ഡാറ്റ വന്ന് ബിലോ എക്സ്പെക്റ്റേഷൻ ആയിരുന്നു. ഇത് പൊതുവേ ഒരു ഒപ്റ്റിമിസം ഉണ്ടാക്കിയിട്ടുണ്ട്. US ഫെഡ് ഒരു പക്ഷേ പ്രതീക്ഷിച്ചേക്കാളും മുമ്പ് തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യാൻ ഡിസിഷൻ എടുക്കുമോ എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനുണ്ട്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ആണ് ഗോൾഡ് പ്രൈസ്. ഇന്നലെ GDP ഡാറ്റ അനൗൺസ്മെൻറ്റ് വന്നതിന് ശേഷം ഗോൾഡ് ഫ്യൂച്ചേഴ്സ് ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്ന് മോർണിംഗിലും ബെറ്റർ ആയിട്ട് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. മറ്റ് കമോഡിറ്റികളൊക്കെ നോക്കുകയാണെങ്കിൽ അയൺ ഓർ ഒഴികെ മറ്റെല്ലാ കമോഡിറ്റികളും സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്ന് മോർണിംഗിലും സ്ലൈറ്റ്ലി വീക്കായിട്ട് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. ചൈനീസ് PMI ഡാറ്റ ഒന്ന് പുറത്തു വന്നിരുന്നു. മാനുഫാക്ചറിങ് ബിലോ എക്സ്പെക്റ്റേഷനാണ്. പക്ഷേ സർവീസസ് PMI സ്ലൈറ്റ്ലി അബവ് എക്സ്പെക്റ്റേഷനാണ്. തീർച്ചയായിട്ടും ചൈനീസ് ഗവൺമെൻറ് വലിയ രീതിയിലുള്ള സ്റ്റിമുലസ് മെഷേഴ്സ് വീണ്ടും അനൗൺസ് ചെയ്യുന്നുള്ളൊരു എക്സ്പെക്റ്റേഷനിലാണ് ഇന്ന് ചൈനീസ് മാർക്കറ്റുകളെല്ലാം തന്നെ ബെറ്റർ ആയിട്ട് ട്രേഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ മറ്റു ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അമേരിക്കൻ ഗവൺമെൻറ് NVIDIA അതുപോലെ തന്നെ മറ്റ് അമേരിക്കൻ ചിപ്പ് മാനുഫാക്ചറിങ് കമ്പനികൾ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികളുടെ ചിപ്പ് ടെക്നോളജിയൊക്കെ മിഡിൽ ഈസ്റ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിൽ ജോയിൻറ്റ് വെഞ്ചറുകളൊക്കെ ഫോം ചെയ്യുന്നതിന് കൺട്രോൾ കൊണ്ടുവരുന്നു പറയുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും NVIDIA AMD കമ്പനികളെ സംബന്ധിച്ച് സ്ലൈറ്റ്ലി നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാവുന്ന ന്യൂസുകളാണ്. കാരണം മിഡിൽ ഈസ്റ്റിൽ കൂടി ടെക്നോളജി മുഴുവൻ ചൈനയിലേക്ക് ചോർന്നു പോകുന്നതാണ് അമേരിക്കയുടെ ഭയം. ഇതിൻ്റെ ഇമ്പാക്റ്റിൽ ആഫ്റ്റർ അവേഴ്സിൽ NVIDIA ഒക്കെ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ മറ്റ് ന്യൂസ് ഫ്ലോസൊക്കെ നോക്കുകയാണെങ്കിൽ ട്രംപ് 34 തരത്തിലുള്ള സാമ്പത്തിക കുറ്റങ്ങൾ നടത്തി എന്നുള്ള ഒരു ഫൈൻഡിങ്സ് അമേരിക്കയിൽ കോർട്ട് ഫൈൻഡിങ്സ് വന്നിട്ടുണ്ട്. അതിൻ്റെ വെർഡിക്റ്റ് വരുന്ന ജൂലൈ 11 തീർച്ചയായിട്ടും ഈ ന്യൂസും അമേരിക്കൻ മാർക്കറ്റിൽ സ്ലൈറ്റ് വൊളാറ്റിലിറ്റി ഉണ്ടാക്കാവുന്ന ന്യൂസുകളാണ്. അതോടൊപ്പം തന്നെ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഇലക്ഷൻ റിലേറ്റഡ് ന്യൂസ് തന്നെയാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ ഇന്നലെ വന്നിട്ടുള്ള Q4 റിസൾട്ടുകളെല്ലാം തന്നെ ഓൾമോസ്റ്റ് ഇൻ ലൈൻ വിത്ത് എക്സ്പെക്റ്റേഷനാണ്. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ ജിയോ ഫൈനാൻഷ്യൽ സർവീസസ് ജിയോ ഫൈനാൻസ് എന്ന് പറയുന്ന ഒരു ആപ്പ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ധാരാളം ഫെസിലിറ്റീസ് ഈ ആപ്പിൽ കൂടെ ഇൻവെസ്റ്റേഴ്സിന് ലഭിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ Q4 GDP ഡാറ്റ ഇന്ന് 5:30 വൈകുന്നേരം 5:30 അനൗൺസ് ചെയ്യാണ്. കഴിഞ്ഞ 3 ക്വാർട്ടറുകളിലും 8% മേലെയാണ്. ഈ ക്വാർട്ടറിലും 8% മേലെ ഉണ്ടാവുന്നുള്ള എക്സ്പെക്റ്റേഷനാണ് പലർക്കും ഉള്ളത്. അത്തരത്തിലുള്ളൊരു ഡാറ്റ വരികയാണെങ്കിൽ ഹോൾ ഇയർ നമ്മൾ 8% മേലെ GDP ഗ്രോത്ത് കാണിക്കുന്ന ഒരു കൺട്രി ആയിട്ട് മാറുകയാണ്. മാർക്കറ്റിനെ സംബന്ധിച്ച് സ്ലൈറ്റ് പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ്. ഒപ്പം ഇന്നലെ S&P നമ്മുടെ റേറ്റിംഗ് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ 6 ബാങ്കുകളുടെ റേറ്റിംഗ് ഇന്നലെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ പോസിറ്റീവ് ഇമ്പാക്റ്റ് നമുക്ക് ബുധനാഴ്ചയാണ് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ, നമ്മുടെ ഇലക്ഷൻ റിസൾട്ട് പുറത്തു വന്നതിന് ശേഷം. അപ്പോൾ ഇതൊക്കെയാണ് മാർക്കറ്റിലുള്ള ന്യൂസുകൾ. വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. ഇന്ന് നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു റെക്കമെൻഡേഷനും ഈ പോഡ്കാസ്റ്റിൽ കൂടെ നൽകുന്നില്ല. മറിച്ച് നമ്മൾ മുമ്പ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ മാർക്കറ്റ് താഴെ വരുമ്പോൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ വാങ്ങുന്നത് നന്നായിരിക്കും. പ്രത്യേകിച്ച് റെയിൽവേ റിലേറ്റഡ് സ്റ്റോക്കുകൾ, ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റോക്കുകൾ, അതോടൊപ്പം തന്നെ നമ്മൾ സെലക്റ്റീവായിട്ട് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഇൻഡസ്ട്രിയൽ സ്റ്റോക്കുകൾ, ഡിഫൻസ് സ്റ്റോക്കുകളെല്ലാം തന്നെ. കാരണം എലക്ഷൻ തന്നെയാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവൻറ്റ് വരാൻ പോകുന്നത്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുക. നമ്മൾ കഴിഞ്ഞ വീക്കിലി കോൺട്രാക്റ്റിൽ ഇന്നലെ അവസാനിച്ച വീക്കിലി കോൺട്രാക്റ്റിൽ കൊടുത്തിട്ടുള്ള എല്ലാ ഓപ്ഷൻ സ്ട്രാറ്റജികളും നമ്മുടെ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വളരെ ഫാബുലസ് ആയിരുന്നു. നമ്മൾ ഓപ്പർച്യൂണിറ്റിക്ക് അനുസരിച്ച് ഇത്തരത്തിലുള്ള ഓപ്ഷൻ സ്ട്രാറ്റജികൾ ഇന്നും അതുപോലെ തന്നെ തിങ്കളാഴ്ച നൽകുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്റോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.